സ്വന്തം മകന്റെ കലാസ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കർഷകയായ അമ്മ വിറ്റത് 21 പശുക്കളെയാണ്. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഓട്ടംതുള്ളൽ അടക്കമുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനെത്തിയ എറണാകുളം ഇരിങ്ങോൾ GVHSS വിദ്യാർത്ഥി കണ്ണൻ ഉണ്ണിയുടെ കലാസ്വപ്നം അമ്മ ബിന്ദു യാഥാർത്ഥ്യമാക്കിയത് തന്റെ ജീവനായ പശുക്കളെ വിറ്റുകിട്ടിയ പണം കൊണ്ടാണ്. കലയിലൂടെ ഉയരങ്ങളിലെത്തി തനിക്കായി വിറ്റ പശുക്കളെ വീണ്ടെടുക്കണമെന്ന കണ്ണൻ ഉണ്ണിയുടെ ആഗ്രഹത്തിനുള്ള പ്രചോദനം കൂടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. തിങ്കൾ ചൂട പ്രീസൻഗരി നിൻ കൃപ എന്നിൽ അങ്കുരിച്ചിടണം. ഓട്ടംതുള്ളൽ വേദിയിൽ കയറാൻ മുഖത്ത് തേച്ച ചായം പോലെ വർണ്ണാഭമല്ല കണ്ണനുണ്ണിയുടെ ജീവിതം. നൃത്തപഠനമെന്ന മകന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പെരുമ്പാവൂരിനടുത്ത ഇരിങ്ങോളിലെ കർഷക ദമ്പതികളായ ബിന്ദുവിന്റെയും ഉണ്ണികൃഷ്ണന്റെയും കയ്യിൽ പണമുണ്ടായിരുന്നില്ല. എനിക്ക് കലയോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. കലയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം. കല പഠിക്കാൻ ഏത് കല എടുത്താലും എൻ്റെ അമ്മ പറയും ആ പഠിച്ചോ പറയും, ഒന്നും പഠിക്കണ്ടെന്ന് പറയാറില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എല്ലാം കൊണ്ടുവരണമെങ്കിലും സാമ്പത്തികം വേണ്ടേ, എന്ത് പഠിക്കണമെങ്കിലും. അവർ രണ്ടുപേരും ഭയങ്കര കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ബഡ്ജറ്റ് കുറച്ച് ഇല്ലാത്തതുകൊണ്ട് ഓരോ വേദി എത്തുമ്പോഴേക്കും ഓരോ ഞങ്ങൾക്ക് പശുക്കളുണ്ട്. അപ്പോൾ പശുക്കളൊക്കെ വിറ്റാണ് സ്റ്റേറ്റ് എത്തിയപ്പോൾ ഒറ്റ പശുക്കളുണ്ടായില്ല. ഈ വർഷം വീണ്ടും പശുക്കൾ കൊണ്ടുവരുന്നു. കലയെ ഇഷ്ടപ്പെട്ട മകനെ എങ്ങനെ അത് പഠിപ്പിക്കുമെന്ന ചിന്തയിൽ നിന്നാണ് ഏക ഉപജീവന മാർഗമായിരുന്ന പശുക്കളെ വിൽക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് ബിന്ദു എന്ന ഈ അമ്മ എത്തിയത്. വിവിധ ഘട്ടങ്ങളിലായി ബിന്ദു വളർത്തിയ 24 പശുക്കളിൽ 21നെയും മകന്റെ കലാപഠനത്തിനായി ബിന്ദു വിറ്റു. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ടാണ് 10ഓളം കലാരൂപങ്ങൾ മകനെ അഭ്യസിപ്പിച്ചതും വിവിധ നൃത്തവേദികളിൽ പ്രകടനത്തിനായി എത്തിച്ചതും. പശുവിനെയും പരിചരിച്ച് രാത്രി 8 മണിയോടെ വീട്ടിലെത്തുമ്പോഴേക്കും TV-യിൽ കാണുന്ന നൃത്തച്ചുവടുകൾ അതേപടി അനുകരിക്കുന്ന 3.5 വയസ്സുകാരനായ മകന്റെ സ്വപ്നത്തിനൊപ്പം സഞ്ചരിച്ചതായിരുന്നു ഈ അമ്മ. അതിനായി അവർ ത്യജിച്ചത് തന്റെ ജീവനായി സ്നേഹിച്ച ഉപജീവന മാർഗം കൂടിയായ പശുക്കളെ കൂടിയാണ്. കല എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടാവുക, അതിനു വേണ്ടിയിട്ട് പ്രിയപ്പെട്ടത് എന്തും ത്യജിക്കുക. തീർച്ചയായിട്ടും മകൻ എനിക്ക് ചെറുപ്പത്തിലെ കഴിയാതിരുന്ന എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം മകനിലൂടെ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ഈ പശുക്കളെയൊക്കെ വിൽക്കേണ്ടി വരുന്ന സമയത്ത് സങ്കടം ഉണ്ടായിട്ടുള്ളൂ? സങ്കടം ഉണ്ടായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അവരെ പിരിയാൻ എനിക്കൊരു സങ്കടമുണ്ട്. അതിപ്പോഴുണ്ട്. എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ പശുവിനെയാണ്. ഞാൻ വെറുതെ പോലും തല്ലിയിട്ടില്ല. ഓട്ടംതുള്ളൽ വേദിയിൽ മത്സരിക്കുമ്പോഴും വിവിധ മത്സരങ്ങൾ കാണുമ്പോഴും കണ്ണനുണ്ണിയുടെ മനസ്സിൽ വലിയ ചിന്തകൾ നിറയുന്നുണ്ട്. ലോകമറിയപ്പെടുന്ന കലാകാരനാകണം. അതിലൂടെ കൈവരുന്ന നേട്ടങ്ങളിലൂടെ തൻ്റെ അമ്മയ്ക്ക് തനിക്കായി വിൽക്കേണ്ടി വന്ന പശുക്കളെ തിരികെ വാങ്ങിക്കൊടുക്കണം. ബിന്ദുവിന് ഇപ്പോൾ സമ്പാദ്യമായി കേവലം 3 പശുക്കൾ മാത്രമേ ഉള്ളൂ. നാളെ ഏറെ വേദനയോടെ അവയെ വിൽക്കേണ്ടി വന്നാലും മകന്റെ കലാസ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കാൻ തന്നെയാണ് ഈ അമ്മയുടെ തീരുമാനം. മകൻ കലയിലൂടെ എല്ലാം തിരിച്ചു പിടിക്കുമെന്ന് ഈ അമ്മ പ്രതീക്ഷിക്കുന്നു. ആ സ്വപ്നത്തിനുള്ള ഏറ്റവും വലിയ പ്രചോദനം കൂടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വേദികളും നേട്ടങ്ങളും. കലയോടുള്ള സ്നേഹം, കലോത്സവത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതാണ്. തൻ്റെ പ്രിയപ്പെട്ട പശുക്കളെ ഇനി കലയിലൂടെ തന്നെ തിരിച്ചു പിടിക്കാൻ കണ്ണനുണ്ണിക്ക് കഴിയട്ടെ. വലിയ കലാകാരനായി കണ്ണനുണ്ണി മാറട്ടെ. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.